കൂട്ടുകാരെ, ചെമ്പനീർ പൂവ് വളരെ സംഘർഷപ്രദമായ രംഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾക്ക് കണ്ടു കാണും റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മുടെ സച്ചിയും സുധിയും അടിപിടി ഉണ്ടാക്കുന്ന ശേഷം ആ ഒരു വഴക്കിൻ്റെ തുടർച്ച തന്നെ നമ്മുടെ വീട്ടിൽ ചെന്നും ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി കുറേ പറയുമ്പോൾ, നമ്മുടെ സച്ചിയെ കുറേ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ രേവതിയും അതിനൊക്കെ ഏറ്റുപിടിക്കുന്നുണ്ട്. കുടിയെന്ന് പറയുമ്പോൾ നിൻ്റെ കാശിനല്ലല്ലോ, എൻ്റെ ഭർത്താവ് തന്നെ അധ്വാനിച്ച കാശിനല്ലേ കുടിക്കുന്നത്, അതിന് നിനക്കെന്താണെന്നൊക്കെ ചോദിച്ച് നമ്മുടെ രേവതി അടിക്കടി മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനം എന്താ പറയുക, നമ്മുടെ സുധി കയറി ഇങ്ങനെ പറയുമ്പോൾ നീ എൻ്റെ ഭാര്യയെ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സുധി ഇങ്ങനെ രേവതിയുടെ മെക്കിട്ട് കയറുമ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞാൽ നീ എന്തെയ്യോടാ നീ എന്നും പറഞ്ഞ് അടിക്കാൻ ഇങ്ങനെ ഓങ്ങുമ്പോൾ നമ്മുടെ ശ്രുതി വട്ടം നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വട്ടം നിന്നിട്ട് പറയുന്നുണ്ട് തൊട്ടു പോകരുതെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ കഴിച്ചുകൊണ്ട് നമ്മുടെ സച്ചിയോട് പറയുന്ന ഒരു രംഗം, അത് വളരെ ഭയങ്കര തന്നെ ഇതായിട്ട് നമ്മുടെ രേവതിയും എല്ലാവരും തന്നെ കിടുങ്ങി നിൽക്കുന്നുണ്ട്. ശ്രുതി ഇത്രയ്ക്ക് പവറാണെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ അച്ഛനും എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ സച്ചിയും ശ്രുതിയും ഒരു കനത്ത പോരാട്ടം തന്നെയാട്ടോ അവിടെ നടക്കുവാൻ പോകുന്നത്. നമ്മുടെ എന്താ പറയുക, ക്ഷമ കെട്ട് വേണമെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ കാരണത്തടിക്കാൻ നമ്മുടെ സച്ചി മടിക്കില്ല അല്ലേ പ്രേക്ഷകരെ. ശ്രുതിക്കൊന്നും കിട്ടേണ്ടതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട്. എന്തായാലും എത്രയും വേഗം കിട്ടട്ടെ, എത്രയും വേഗം ഒരു കടം നമ്മുടെ സച്ചി തീർക്കട്ടെ അല്ലേ പ്രേക്ഷകരെ. അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ ഈ വഴക്കൊക്കെ ഇങ്ങനെ മൂർച്ഛിക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഇടപെട്ട് നിങ്ങൾ എന്ത് ഈ കുടുംബസമാധാനം കളയുന്നു, ഞാനൊരു അച്ഛനല്ലേ, നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ച് എന്നെ തീരെ ബഹുമാനമില്ലാഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്താ പറയുക കരഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിച്ചത്. ലാസ്റ്റ് രേവതിയും ശ്രുതിനോടൊക്കെ പറയുന്നുണ്ട് നിങ്ങളിങ്ങോട്ട് കയറി വന്ന മരുമക്കളല്ലേ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പില്ലെങ്കിൽ കുടുംബം എങ്ങനെ സമാധാനത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി അച്ഛനോട് മാപ്പൊക്കെ പറയുന്ന ദൃശ്യങ്ങൾ നമുക്ക് എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ ആ ഒരു ഹൃദയത്തെ സ്പർശിക്കുന്ന രംഗങ്ങൾ തന്നെയാണ് നമുക്ക് എപ്പിസോഡ് എൻഡിങ്ങിൽ കാണുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കാം പ്രേക്ഷകരെ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.